നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒന്നടങ്കം പിടിച്ചുലയ്ക്കുന്ന, സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ അവിശ്വസനീയതയോടെ കേട്ട ആ വരികൾ ഇതായിരുന്നു: ഋതുരാജ് ഗെയ്ക്വാഡിനെ മാറ്റേണ്ട സമയമായി, സഞ്ജു സാംസൺ ചെന്നൈയെ നയിക്കും. സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കമുണ്ടാകുന്നു എന്ന സൂചനകൾ വരുമ്പോൾ അതിനു പിന്നിലെ ക്രിക്കറ്റ് രാഷ്ട്രീയവും തന്ത്രങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കേവലമൊരു നായകമാറ്റമല്ല, മറിച്ച് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പമായി ഇത് മാറും. ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ ഈ സ്ഫോടനാത്മകമായ വാർത്തയെ നമുക്ക് വിശകലനം ചെയ്യാം. MS ധോണി ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ടാകും. ഋതുരാജ് ഗെയ്ക്വാഡ് ഒരു മികച്ച ബാറ്ററാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ധോണി എന്ന ഇതിഹാസം വിട്ടുപോയ ആ വലിയ വിടവു നികത്താൻ ഋതുരാജിന്റെ ശാന്ത സ്വഭാവത്തിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം മാനേജ്മെന്റിനുള്ളിൽ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സഞ്ജു സാംസൺ എന്ന പേര് ധോണി തന്നെ നിർദ്ദേശിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും അൺപ്രെഡിക്റ്റബിളായ എന്നാൽ ഏറ്റവും അപകടകാരിയായ താരം. രാജസ്ഥാൻ റോയൽസിനെ ഒരു ടീമെന്ന നിലയിൽ വളർത്തിയെടുക്കുന്നതിൽ സഞ്ജു കാണിച്ച മാന്ത്രികത ധോണിയെപ്പോലൊരു നായകനെ ആകർഷിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ധോണി സഞ്ജുവിനെ തിരഞ്ഞെടുക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ്. രാജസ്ഥാനെ IPL ഫൈനലിലെത്തിച്ചതും യുവതാരങ്ങളെ വളർത്തിയെടുത്തതും സഞ്ജുവിന്റെ ട്രാക്ക് റെക്കോർഡാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ. ധോണിക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പർ നായകൻ CSKയുടെ തന്ത്രങ്ങൾക്ക് അനിവാര്യമാണ്. സ്റ്റംപിന് പിന്നിൽ നിന്ന് കളി നിയന്ത്രിക്കാൻ സഞ്ജുവിനോളം പ്രാപ്തനായ മറ്റൊരു യുവതാരം ഇന്നില്ല. ഫാൻ ബേസ്. തമിഴ്നാട്ടിലും കേരളത്തിലും സഞ്ജുവിനുള്ള വലിയ ആരാധകവൃന്ദം ചെന്നൈയുടെ ബ്രാൻഡ് വാല്യൂവിനെ മറ്റൊരു തലത്തിലേക്കെത്തിക്കും. ഋതുരാജിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് അദ്ദേഹത്തോടുള്ള അനീതിയാണെന്ന് ഒരു വിഭാഗം ആരാധകർ വാദിക്കുന്നുണ്ട്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന് വ്യക്തികളെക്കാൾ വലുത് ടീമിന്റെ വിജയങ്ങളാണ്. സഞ്ജുവിനെ പോലൊരു അഗ്രസീവ് നായകൻ വരുമ്പോൾ ഋതുരാജിന് തന്റെ ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന നിരീക്ഷണവും അശ്വിനി പോലുള്ള താരങ്ങൾ മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. സഞ്ജു ചെന്നൈയുടെ നായകനായി എത്തുന്നത് ഒരു പകരക്കാരനായിട്ടല്ല, മറിച്ച് ധോണിയുടെ പൈതൃകം സ്വന്തം ശൈലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കണം എന്ന് ധോണി വിശ്വസിക്കുന്നു. സഞ്ജുവായി തന്നെ നയിക്കണം എന്ന ധോണിയുടെ നിലപാട് സഞ്ജുവിന് നൽകുന്ന പിന്തുണ എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. മലയാളി താരമായ സഞ്ജു സാംസൺ ചെന്നൈയുടെ നായകസ്ഥാനത്തെത്തുക എന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ടോസിടാൻ ഇറങ്ങുന്നത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. സഞ്ജുവും ചെന്നൈയും തമ്മിലുള്ള കെമിസ്ട്രി IPLലെ തന്നെ ഏറ്റവും മികച്ച കോമ്പിനേഷനായി മാറും. ധോണിയുടെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമായാൽ വരാനിരിക്കുന്ന മെഗാലീലത്തിലോ ട്രേഡിംഗ് വിൻഡോയിലോ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കായിരിക്കും സഞ്ജു ചെന്നൈയിലേക്ക് ചേക്കേറുക. ധോണി വിതച്ച വിത്തുകൾ ഇപ്പോഴും ഫലം നൽകാറുണ്ട്. ഋതുരാജിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള തീരുമാനം ചെന്നൈയുടെ ഭാവി മാറ്റിമറിക്കും. എതിരാളികൾക്ക് CSK ഇനിയും ഒരു പേടി സ്വപ്നമായി തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.